വേണമെങ്കിൽ ന്യൂസ് വെച്ചോ, നാളെ വല്ല ഹർത്താലുണ്ടോന്ന് അറിയാലോ. ലേലം തുടങ്ങുകയാണ്. അവനാവുമ്പോ ഏത് ലെവലിലോട്ടും താഴാൻ പറ്റും, നമുക്കത് പറ്റുമോ? വടകര വായോ, പാട്ട് നിർത്ത്. വടകര വായോ. എന്തിനാടാ ഇങ്ങനെ ഓരിയിടുന്നത്? വടകര മാത്രം വന്നില്ല, എന്തേ വടകര വൈകുന്നേ? മിടുക്കൻ, വലിയ ഭാവി നിനക്ക് ഞാൻ കാണുന്നുണ്ട്. എന്തേ വടകര വൈകുന്നേ? നമുക്കൊന്ന് പാരമ്പര്യമായിട്ട് കിട്ടിയ സ്ഥലമല്ലോ ഈ സുധാരത്തിനൊരു തമാശ. ഇതെങ്ങനെ ചോദിക്കുമ്പോഴൊക്കെ ഇങ്ങനെ പറയാൻ കഴിയുന്നേ? ഇവരെന്തിനു ഇവിടെ വന്നു? ലേലം കൂടാൻ. ലേലം വിളിക്കരുതെന്ന് പ്രേക്ഷകർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ലേലം വിളിക്കരുത്. കിളിയിലെ നുള്ളിക്കളഞ്ഞ ലക്ഷണമാണല്ലോ. ഹായ് ജോസ് കെ മാണി, ഹൗ ആർ യു? സുഖമായിരിക്കുന്നല്ലോ. ഓക്കെ, നമ്മൾ വി ആർ ഫ്രണ്ട്സ്. ഒന്നും കൂടെ നോക്കിയേ. അപ്പൊ ജോസ് കെ മാണി നമ്മുടെ ചാനലല്ല കാണുന്നത് വ്യക്തമായി. എങ്ങനെ കഴിയും? നീ ഒന്നുകൂടെ ഉണർന്ന് പ്രവർത്തിക്ക് പരമാ. ഞാൻ ഇനി ഒരു 3:30 ഉണരാടാ, എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് പ്രവർത്തിക്കാം. വിജയ കൂടുതൽ പ്രകോപിപ്പിച്ചാലേ ഞാനൊരു ഫോൺ അങ്ങ് വാങ്ങിച്ചു തരും കേട്ടോ. അയ്യോ, ഇതിനൊക്കെ എങ്ങനെ കണക്ക് പറയാ? തരുന്നത് വാങ്ങും. ആഷ്മിന്റെ ഒരു ഓൾഡ് പ്രോപ്പർട്ടിയാണ് അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ എന്റെ അവകാശങ്ങളൊക്കെ തന്ന് എന്നെ പിരിച്ചുവിട്ടേക്ക്. ഞാൻ എന്റെ തറവാട്ടുക സ്വത്തുക്കളൊക്കെ നോക്കി ജീവിച്ചോളാം. സാധുക്കൾക്ക് അല്ലേ? നോട്ട് വിജയകുമാർ സാധുക്കൾക്ക്. ഒരു കാര്യം ചെയ്യും, ഇത് കഴിഞ്ഞിട്ടേ പാത്രം കൊണ്ട് അങ്ങ് റോഡിൽ ഇറങ്ങിക്കും. നിലത്ത് വെക്കാതെ കൊണ്ട് നടന്നുകൊണ്ടിരുന്നവനാണ്. ഇങ്ങനെ വേണം, എല്ലാം തുറന്നു പറയാം. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സാർ, ഞാൻ സ്റ്റേ ഫോർവേഡ്. എന്റെ സംശയം അറിയോ, വിജയ് ഒരു പൈന്റ് അടിച്ചിട്ട് നിൽക്കുകയാണോ എന്ന്. ഞാനിപ്പോ എന്ത് വിചാരിച്ചിട്ടും കാര്യമില്ലോ, നീ അങ്ങനെ എന്നെ പറ്റി വിചാരിച്ചു പോയില്ലേ? ഭക്ഷണം കഴിക്കണ്ടേ? എല്ലാരും അടിച്ചു കയറി വാ. ചപ്പാത്തി ഞാൻ അയാളെ വിളിച്ചത് ആണാ? എന്റെ അമ്മ വിശന്നിട്ട് നിക്കാൻ പറ്റണില്ല. അപ്പൊ ഒരു പ്രേക്ഷകർ എഴുതിയേക്കുന്നു, നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കൂ, പിന്നിൽ എന്തോ തീ പിടിക്കുന്നു. ഒരുപാട് പേരുടെ പിന്നിൽ ഇപ്പൊ തീ പിടിച്ചോണ്ടിരിക്കുക. കോമഡി എന്റെ വീക്ക്നെസ്. മനസ്സിലാകുന്നുണ്ട്. പ്രധാനമന്ത്രിക്ക് നിങ്ങൾ രണ്ടാളെ ആദ്യം വിട്ടുന്ന് കുളിക്ക്. കടലിൽ ഇഷ്ടം പോലെ വെള്ളമുണ്ടല്ലോ. ചെല്ലേ. എന്റെ ജോലി ഓക്കെ അല്ലേ? എന്നെ പറഞ്ഞാൽ മതിയല്ലോ. സാറിന് ഇത്ര ഉള്ളെങ്കിലും സാറിന്റെ ഇത്രയും വലിയൊരു മനസ്സുണ്ട്. ജേർണലിസ്റ്റിന്റെ മാസ്റ്റർ ഡിഗ്രി എടുക്കുന്ന സമയത്തൊക്കെ ഇത്തിരിയുടെ വിവരം ഉണ്ടായിരുന്നു. ഇത് എങ്ങനെയാ ഇവിടെ കയറിയിട്ട് സംഭവിച്ചെന്ന് അറിയത്തില്ല. അതാണെന്ന് എനിക്ക് തോന്നി. സാറിന്റെ കൂടെ കൂടെ പിന്നെ ഞാൻ ഇങ്ങനെ ആയത്. എന്റെ കൂടെ കൂടിയ മിക്കവാറും പേര് രക്ഷപ്പെടാറുണ്ട്. അതാ പറഞ്ഞത്, ഐശ്വര്യമുള്ള ആൾക്കാർ വീട്ടിൽ കാല് കുത്തിയ ഐശ്വര്യം പുറകെ വരുമെന്ന്. Adi, next time, make sure Amal and Sachin are a part of it, okay?